Chapter 15 From Market to Home. Hello kids, നമുക്കിന്ന് ഫ്രം മാർക്കറ്റ് ടു ഹോം എന്ന ചാപ്റ്റർ മനസ്സിലാക്കാം. ഒരു പച്ചക്കറി വിൽപ്പനക്കാരൻ്റെ സ്റ്റോറിയിലൂടെ പച്ചക്കറി എങ്ങനെയാണ് മാർക്കറ്റിലേക്ക് കൊണ്ടുപോകുന്നത്, അവിടെ നിന്ന് തിരിച്ചെങ്ങനെയാണ് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്, അതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ വിശദീകരിച്ചിരിക്കുന്നത്. ഡേ ആറ്റ് നൈറ്റ്, രാത്രിയിൽ പകൽ. മൈ നെയിം ഈസ് വൈശാലി. വൈശാലി ആരാണ്? ഈ പച്ചക്കറി വിൽപ്പനക്കാരൻ്റെ മകളാണ് വൈശാലി. അവൾ പറയുകയാണ്, മൈ നെയിം ഈസ് വൈശാലി, എൻ്റെ പേര് വൈശാലി എന്നാണ്. മൈ ഫാദർ ഈസ് എ വെജിറ്റബിൾ സെല്ലർ. എൻ്റെ ഫാദർ ഒരു പച്ചക്കറി വിൽപ്പനക്കാരനാണ്. മൈ ഹോൾ ഫാമിലി, അമ്മ, ഭയ്യ, ചോട്ടു ആൻഡ് ഐ ഹെൽപ്പ് ഹിം വിത്ത് ഹിസ് വർക്ക്. എൻ്റെ കുടുംബത്തിൽ എല്ലാവരും, അമ്മയും ചേട്ടനും അനിയനും ഞാനും ഫാദറിനെ, അച്ഛനെ ഈ ജോലിയിൽ സഹായിക്കാറുണ്ട്. അവരെല്ലാവരും അച്ഛനെ ഈ പച്ചക്കറി വിൽപ്പനയിൽ സഹായിക്കാറുണ്ട്. ക്യാൻ യു ഗസ് അറ്റ് വാട്ട് ടൈം വി ബിഗിൻ അവർ വർക്ക്? നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ ഞങ്ങൾ എപ്പോഴാണ് ഞങ്ങളുടെ ജോലി ആരംഭിക്കുന്നതെന്ന്? അറ്റ് 3 o'clock ഇൻ ദ മോർണിംഗ്. മോർണിംഗിൽ 3 o'clock ഞങ്ങൾ ഞങ്ങളുടെ വർക്ക് ആരംഭിക്കും. നിങ്ങൾക്കറിയാമല്ലോ, രാത്രി 12 o'clock കഴിഞ്ഞാൽ നെക്സ്റ്റ് മോർണിംഗ് ആയി. 12 o'clock വരെ PM ആണ്, അതിനുശേഷം AM ആണ്. 3 o'clock AM മോർണിംഗിൽ അവർ അവരുടെ വർക്ക് ആരംഭിക്കും. വെൻ മോസ്റ്റ് പീപ്പിൾ ആർ ഫാസ്റ്റ് അസ്ലീപ് വി സ്റ്റാർട്ട് അവർ വർക്ക്. ആ സമയത്ത് എല്ലാവരും നല്ല ഉറക്കത്തിലായിരിക്കും, അപ്പോഴാണ് ഞങ്ങൾ ജോലി ആരംഭിക്കുന്നത്. അവർ ഡേയ്സ് വർക്ക് ബിഗിൻസ് വെൻ ബാബുജി, അമ്മ, ഭയ്യ ആൻഡ് ഐ ടേക്ക് ഔട്ട് ദ പ്രീവിയസ് ഡേയ്സ് വെജിറ്റബിൾസ് ഫ്രം ദ ഗന്നി ബാഗ്സ് ആൻഡ് ബാസ്കറ്റ്സ്. അവരെങ്ങനെയാണ് തുടങ്ങുന്നത് ജോലി? അമ്മയും അച്ഛനും ഭയ്യയും ചേട്ടനും അവളും കൂടെ എന്ത് ചെയ്യും? തലേ ദിവസത്തെ വെജിറ്റബിൾസ് എല്ലാം ചാക്കുകളിൽ നിന്നും ബാസ്ക്കറ്റുകളിൽ നിന്നും പുറത്തെടുക്കും. ദിസ് ഈസ് ടു പ്രിപ്പയർ ഫോർ ബ്രിങ്ങിങ് ദ ഫ്രഷ് വെജിറ്റബിൾസ് ഫ്രം ദ മണ്ടി. അത് എന്തിനു വേണ്ടിയാണ്? മണ്ടിയിൽ നിന്ന്, മണ്ടി എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ നിന്ന് ഫ്രഷ് വെജിറ്റബിൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ഗന്നി ബാഗ്സ് കാലിയാക്കുകയാണ്. സംടൈംസ് ചോട്ടു ഓൾസോ ഹെൽപ്സ് അസ്. ചിലപ്പോഴൊക്കെ ചോട്ടു ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. As we finish doing this and are having some tea, we hear the horn of the tempo. ഞങ്ങൾ ഈ ജോലികളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് ചായ കുടിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്ത് കേൾക്കാം? ഹോൺ ഓഫ് ദ ടെമ്പോ, ടെമ്പോയുടെ ഹോൺ കേൾക്കാം. ടെമ്പോ എന്തിനു വേണ്ടിയാണ് വന്നിരിക്കുന്നത്? ഇറ്റ് ഈസ് ടൈം ഫോർ ബാബുജി, ഭയ്യ, ചാച്ചു ആൻഡ് സം അതേഴ്സ് ഫ്രം അവർ സ്ട്രീറ്റ് ടു ലീവ് ഫോർ ദ മണ്ടി. അപ്പോൾ സമയമായിട്ടുണ്ട് ബാബുജിക്കും, അച്ഛനും ചേട്ടനും ചാച്ചു എന്ന് പറഞ്ഞാൽ അങ്കിളിനും പിന്നെ സ്ട്രീറ്റിലുള്ള കുറച്ച് മറ്റാളുകൾക്കും മാർക്കറ്റിലേക്ക് പോകാനുള്ള ടെമ്പോയാണ് വന്നിരിക്കുന്നത്. ഡസ് എനിവൺ ഇൻ യുവർ ഹൗസ് ഹാവ് ടു ഗെറ്റ് അപ്പ് വെരി ഏർലി? നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും വളരെ നേരത്തെ എഴുന്നേൽക്കാറുണ്ടോ? അതിരാവിലെ എഴുന്നേൽക്കാറുണ്ടോ? വാട്ട് ടൈം ഡസ് ഹി ഓർ ഷീ ഗെറ്റ് അപ്പ്? ഏത് സമയത്താണ് അവൻ അല്ലെങ്കിൽ അവൾ എഴുന്നേൽക്കാറുള്ളത്? വൈ ഡു ദേ നീഡ് ടു ഗെറ്റ് അപ്പ് സോ ഏർലി? എന്തുകൊണ്ടാണ് അവർ ഇത്ര നേരത്തെ എഴുന്നേൽക്കുന്നത്? ചിലപ്പോൾ നിങ്ങളുടെ ബ്രദർ അല്ലെങ്കിൽ സിസ്റ്ററൊക്കെ പഠിക്കാൻ വേണ്ടി നേരത്തെ എഴുന്നേൽക്കാറുണ്ടാവും, അല്ലെങ്കിൽ ഫാദർ ജോലിക്ക് പോകാൻ വേണ്ടി നേരത്തെ എഴുന്നേൽക്കാറുണ്ടാവും, അല്ലെങ്കിൽ വീട്ടിൽ മദറായിരിക്കും നേരത്തെ എഴുന്നേൽക്കുന്നത്. അത് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതേണ്ടതാണ്. മദറാണ് നേരത്തെ എഴുന്നേൽക്കുന്നതെങ്കിൽ ഇങ്ങനെ എഴുതാം: യെസ്, മൈ മദർ ഗെറ്റ്സ് അപ്പ് വെരി ഏർലി ഇൻ മൈ ഹൗസ്. എൻ്റെ അമ്മ എൻ്റെ വീട്ടിൽ വളരെ നേരത്തെ എഴുന്നേൽക്കാറുണ്ട്. ഷീ ഗെറ്റ്സ് അപ്പ് അറ്റ് 5 AM ഇൻ ദ മോർണിംഗ്. അമ്മ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കാറുണ്ട്. ടു ക്ലീൻ ദ ഹൗസ്, വീട് വൃത്തിയാക്കാൻ വേണ്ടിയും, ഡു പൂജ ചെയ്യാൻ വേണ്ടിയും, ആൻഡ് മേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് മേക്ക് അസ് റെഡി ഫോർ അവർ സ്കൂൾ, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയും പിന്നെ ഞങ്ങളെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയാക്കുകയും ചെയ്യുന്നുണ്ട്. അടുത്തത് പ്രിപ്പയറിങ് ഫോർ ദ ഡേ. വൈൽ ബാബുജി ഈസ് എവേ, ആ ടെമ്പോ വന്നിട്ട് ബാബുജി പോയി കഴിഞ്ഞാൽ, അച്ഛൻ പോയി കഴിഞ്ഞാൽ, അമ്മ, ചോട്ടു ആൻഡ് ഐ പുട്ട് ദ പ്രീവിയസ് ഡേയ്സ് വെജിറ്റബിൾസ് ഓൺ ഗന്നി ബാഗ്സ്. അമ്മയും ചോട്ടുവും ഞാനും കൂടെ തലേ ദിവസത്തെ വെജിറ്റബിൾസൊക്കെ ഗന്നി ബാഗ്സിൽ എടുത്തു വയ്ക്കും, ഈ ചാക്കുകളിൽ എടുത്തു വയ്ക്കും. ആൻഡ് സ്പ്രിങ്കിൾ സം വാട്ടർ ഓൺ ദം. എന്നിട്ട് കുറച്ച് വെള്ളം അതിൻ്റെ മുകളിൽ തെളിക്കും. സ്പ്രിങ്കിൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ തെളിക്കുക, സ്പ്രേ ചെയ്യുക. അത് കേടുവരാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. തലേ ദിവസത്തെ വെജിറ്റബിൾസ് കേടുവരാതിരിക്കാൻ വേണ്ടിയാണ് വെള്ളം സ്പ്രിങ്കിൾ ചെയ്യുന്നത്.
By 6:30 a.m., Babuji is back from the mandi with the baskets and sacks full of fresh vegetables. 6:30 ആകുമ്പോഴേക്കും രാവിലെ 6:30 AM ആകുമ്പോഴേക്കും ബാബുജി തിരിച്ചു വരും. മാർക്കറ്റിൽ നിന്ന് തിരിച്ചു വരും. എന്താണ് കൊണ്ടുവരുന്നത്? ബാസ്ക്കറ്റ്സ് ആൻഡ് സാക്സ് ഫുൾ ഓഫ് ഫ്രഷ് വെജിറ്റബിൾസ്. കുട്ടകളിലും ചാക്കുകളിലും നിറയെ ഫ്രഷ് വെജിറ്റബിൾസുമായിട്ടാണ് അച്ഛൻ മാർക്കറ്റിൽ നിന്ന് തിരിച്ചു വരുന്നത്. At that time, our house looks more like a small vegetable market. ആ സമയത്ത് ഞങ്ങളുടെ വീട് എന്തുപോലെയാണ് കാണാനിരിക്കുന്നത്? ഒരു ചെറിയ വെജിറ്റബിൾ മാർക്കറ്റ് പോലെയാണ് തോന്നുന്നത്. There are brinjals, potatoes, tomatoes, okra, pumpkin, gourds, chilies and many other vegetables all around. ഏതൊക്കെ വെജിറ്റബിൾസ് ആണ് ഉണ്ടാകാറുള്ളത്? ബ്രിഞ്ചാൾസ്, വഴുതനങ്ങ, പൊട്ടാറ്റോസ്, ഉരുളക്കിഴങ്ങ്, ടൊമാറ്റോസ്, തക്കാളി, ഓക്ര എന്ന് പറഞ്ഞാൽ വെണ്ടയ്ക്ക, പംകിൻ, മത്തൻ, ഗോഡ്സ്, ചില്ലീസ് ആൻഡ് മെനി അതർ വെജിറ്റബിൾസ്. എല്ലാ വെജിറ്റബിൾസും വീട്ടിൽ ചുറ്റിലും ഉണ്ടാകാറുണ്ട്. എവരിബഡി ഹെൽപ്സ് ഇൻ സോർട്ടിങ് ദ വെജിറ്റബിൾസ്. എല്ലാവരും വെജിറ്റബിൾസ് തരംതിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. ദ വെജിറ്റബിൾസ് വിച്ച് ആർ നോട്ട് ഫുള്ളി റൈപ്പ് ആൻഡ് റെഡി ടു സെൽ ആർ കെപ്റ്റ് അസൈഡ്. വെജിറ്റബിൾസ് നന്നായി പാകമാകാത്ത വെജിറ്റബിൾസ് ഒരു ഭാഗത്തേക്കും വിൽക്കാൻ തയ്യാറായിട്ടുള്ള പാകമായിട്ടുള്ള വെജിറ്റബിൾസ് മറ്റു ഭാഗത്തേക്കുമായിട്ട് മാറ്റി വയ്ക്കുന്നു. വി ഹാവ് ടു സോർട്ട് ദ വെജിറ്റബിൾ ഫാസ്റ്റ്. ഞങ്ങൾ എല്ലാം സ്പീഡിൽ ചെയ്യുന്നു, വേഗത്തിൽ ചെയ്യുന്നു. എന്തുകൊണ്ടാണ് നന്നായിട്ട് പാകമാകാത്തത് മാറ്റി വയ്ക്കുന്നത്? അത് അടുത്ത ദിവസവും വിൽക്കാം. നന്നായിട്ട് പാകമായത് അന്ന് തന്നെ വിൽക്കാം. അതുകൊണ്ടാണ് മാറ്റി വയ്ക്കുന്നത്. സോ ആസ് ടു റീച്ച് ദ ബാസാർ ആസ് ഏർലി ആസ് പോസിബിൾ. എന്തുകൊണ്ടാണ് സ്പീഡിൽ ചെയ്യുന്നത്? ഏറ്റവും വേഗത്തിൽ ബാസാറിൽ ചന്തയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയാണ്. By 7 o'clock, Babuji arranges all the vegetables on the handcart and leaves for the bazaar. 7 മണിയാകുമ്പോഴേക്കും അച്ഛന് എന്താണ് ചെയ്യുന്നത്? വെജിറ്റബിൾസ് എല്ലാം ഉന്തുവണ്ടിയിൽ അറേഞ്ച് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് മാർക്കറ്റിലേക്ക് പോകുന്നു. He says that if he is late, then his regular buyers may buy their vegetables from someone else. അദ്ദേഹം എന്താണ് പറയുന്നത്? അദ്ദേഹം ലേറ്റായി പോയിട്ടുണ്ടെങ്കിൽ, നേരം വൈകിപ്പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തോട് സ്ഥിരമായി പച്ചക്കറി വാങ്ങുന്ന ആളുകൾ മറ്റുള്ള വിൽപ്പനക്കാരോട് വാങ്ങും. അതുകൊണ്ടാണ് അദ്ദേഹം വേഗം പോകുന്നത്. ആസ് സൂൺ ആസ് ബാബുജി ലീവ്സ്, അച്ഛന് പോയി കഴിയുമ്പോഴേക്കും ഐ ക്വിക്ക്ലി ഗെറ്റ് റെഡി ആസ് ഐ ഹാവ് ടു റീച്ച് സ്കൂൾ ബൈ 7:30 AM. ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയാവും. സ്കൂളിൽ എത്ര മണിക്കാണ് എത്തിച്ചേരേണ്ടത്? 7:30 AM എത്തിച്ചേരേണ്ടത്. ഇത് കണ്ടോ? വൈശാലിയുടെ അച്ഛൻ ഉന്തുവണ്ടിയിൽ പച്ചക്കറികൾ മാർക്കറ്റിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇൻ ദ ബാസാർ. ഇനി മാർക്കറ്റിൽ. ചോട്ടു അറ്റൻഡ്സ് സ്കൂൾ ഇൻ ദ ആഫ്റ്റർനൂൺ. ചോട്ടുവിന് എപ്പോഴാണ് സ്കൂളുള്ളത്? ഉച്ചയ്ക്ക് ശേഷമാണ്. ആഫ്റ്റർനൂണിലാണ് ചോട്ടുവിൻ്റെ സ്കൂള്. ഹി റെസ്റ്റ് ഫോർ എ വൈൽ ആൻഡ് ഗോസ് ടു ദ ബാസാർ ലേറ്റർ വിത്ത് ഫുഡ് ഫോർ ബാബുജി ആൻഡ് ബയ്യ. അവന് കുറച്ച് നേരം റെസ്റ്റ് എടുക്കുന്നു. എന്നിട്ട് ബാസാറിലേക്ക്, മാർക്കറ്റിലേക്ക് പോകുന്നു. ബാബുജിക്കും അച്ഛനും ചേട്ടനും വേണ്ടിയുള്ള ഫുഡുമായിട്ട് അവൻ മാർക്കറ്റിലേക്ക് പോകുന്നു. ഹീ സ്റ്റേസ് വിത്ത് ദം അറ്റ് ദ വെജിറ്റബിൾ കാർട്ട് അൺടിൽ ഇറ്റ് ഈസ് ടൈം ഫോർ ഹിം ടു ഗോ ടു സ്കൂൾ. അവന് സ്കൂളിൽ പോകാൻ സമയമാവുന്നത് വരെ അവൻ കുറച്ച് നേരം ഈ ഉന്തുവണ്ടിയുടെ വെജിറ്റബിൾ കാർട്ടിൻ്റെ വെജിറ്റബിൾ വിൽക്കുന്ന ഈ വണ്ടിയുടെ അടുത്ത് നിൽക്കുന്നു. കുറച്ച് നേരം നിൽക്കുന്നു. സംടൈംസ് ഹീ ഗോസ് ബാക്ക് ആഫ്റ്റർ സ്കൂൾ ടു ഹെൽപ്പ് ബാബുജി. ബാബുജി ട്രൈസ് ടു സീ ദാറ്റ് ദ പ്രീവിയസ് ഡേയ്സ് വെജിറ്റബിൾ ആർ സോൾഡ് ഫസ്റ്റ്. ചിലപ്പോഴൊക്കെ അവൻ തിരിച്ച് വരുമ്പോഴും ബാബുജിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കാറുണ്ട്. ബാബുജി ട്രൈസ് ടു സീ ദാറ്റ് ദ പ്രീവിയസ് ഡേയ്സ് വെജിറ്റബിൾസ് ആർ സോൾഡ് ഫസ്റ്റ്. ബാബുജി എന്താണ് ചെയ്യാറുള്ളത്? കഴിയുന്നതും തലേ ദിവസത്തെ വെജിറ്റബിൾസ് ആദ്യം വിൽക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം എന്താണ്? തലേ ദിവസത്തെ വെജിറ്റബിൾസ് ഇനിയും വെക്കുകയാണെങ്കിൽ കേട് വന്നു പോകും. അതുകൊണ്ട് ഫ്രഷ് വെജിറ്റബിൾസ് മാറ്റി വെച്ചിട്ട് തലേ ദിവസത്തെ വെജിറ്റബിൾസ് വിൽക്കാൻ ശ്രമിക്കുന്നു. Let us talk. Babuji sells the previous day's vegetables first. Why do you think he does this? ബാബുജി തലേ ദിവസത്തെ വെജിറ്റബിൾസ് ആണ് ആദ്യം സെൽ ചെയ്യാറുള്ളത്. എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത്? എന്തുകൊണ്ടായിരിക്കും? തലേ ദിവസത്തെ വെജിറ്റബിൾസ് പെട്ടെന്ന് കേടുവന്നു പോകും. അതുകൊണ്ടാണ് അത് ആദ്യം വിൽക്കുന്നത്. He sells previous day's vegetables first because they would spoil early. Have you seen dried or spoiled vegetables? Where?
നിങ്ങൾ എവിടെയെങ്കിലും ഉണങ്ങിപ്പോയ അല്ലെങ്കിൽ കേടുവന്ന അഴുകിപ്പോയ വെജിറ്റബിൾസ് കണ്ടിട്ടുണ്ടോ? എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Yes, I have seen dried and spoiled vegetables. I have seen them in the market and also at home. ചിലപ്പോഴൊക്കെ നിങ്ങൾ മാർക്കറ്റിലും കണ്ടിട്ടുണ്ടാകും, ചിലപ്പോൾ വീട്ടിലെ കിച്ചണിലും കണ്ടിട്ടുണ്ടാകും. How did you know that the vegetables were spoiled? നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാവുന്നത് വെജിറ്റബിൾസ് കേടുവന്നിട്ടുണ്ടെന്ന്? Some liquids come out of them. They also smell foul. ചില ലിക്വിഡ്സ് ഒക്കെ വെജിറ്റബിൾസിൽ നിന്ന് വരാറുണ്ട്. അതിന് ചീത്ത സ്മെല്ലും ഉണ്ടാകാറുണ്ട്. കേടുവന്ന വെജിറ്റബിൾസിന് ചീത്ത സ്മെല്ലും ഉണ്ടാകാറുണ്ട്. ചോട്ടു ഈസ് ഹെൽപ്പിംഗ് ഹിസ് ഫാമിലി. വാട്ട് ഡു യു തിങ്ക് ചോട്ടു ഹാസ് ലേൺഡ് ഫ്രം ഇറ്റ്? ചോട്ടു ഹാസ് ലേൺഡ് ദ ആർട്ട് ഓഫ് ഹെൽപ്പിംഗ് അതേഴ്സ്. ഹി ഓൾസോ ലേൺഡ് വാട്ട് ടീം വർക്ക് ഈസ്. ചോട്ടു എന്തൊക്കെയാണ് പഠിച്ചത്? മറ്റുള്ളവരെ സഹായിക്കുന്നതും ഒരുമിച്ച് നിന്ന് എങ്ങനെയാണ് ജോലികൾ ചെയ്യുന്നത് എന്നൊക്കെ ചോട്ടു പഠിച്ചു. ഹൗ ഡു യു ഹെൽപ്പ് ദ എൽഡേഴ്സ് ഇൻ യുവർ ഫാമിലി? നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള മുതിർന്നവരെ എങ്ങനെയാണ് സഹായിക്കാറുള്ളത്? ഇത് നിങ്ങൾ സ്വന്തമായി തന്നെ എഴുതേണ്ടതാണ്. ഇങ്ങനെ എഴുതാം: ഐ ഹെൽപ്പ് ദ എൽഡേഴ്സ് ഇൻ മൈ ഫാമിലി ബൈ പ്രൊവൈഡിങ് സപ്പോർട്ട് വെൻ ദേ ആർ വർക്കിംഗ് ആൻഡ് പിക്ക് അപ്പ് തിങ്സ് വിച്ച് ആർ ഹെവി ഓർ ഡിസ്റ്റൻറ്റ് ടു ദം ആൻഡ് ഹാൻഡ് ഇറ്റ് ടു ദം. As the previous day's vegetables get sold, Bhaiya takes out fresh vegetables from the sacks and puts them in the cart. തലേ ദിവസത്തെ വെജിറ്റബിൾസ് ഒക്കെ വിറ്റ് കഴിഞ്ഞാൽ ബയ്യ എന്താണ് ചെയ്യുന്നത്? ഈ ചാക്കുകളിൽ നിന്ന് ഫ്രഷ് വെജിറ്റബിൾസ് പുറത്തെടുക്കുന്നു, എന്നിട്ട് ഈ വണ്ടിയിൽ നിരത്തുന്നു. ഹി ഓൾസോ കീപ്സ് സ്പ്രിംഗ്ലിംഗ് വാട്ടർ ഓൺ ദ വെജിറ്റബിൾസ് സോ ദാറ്റ് ദേ ഡു നോട്ട് ഡ്രൈ അപ്പ്. പിന്നീട് ബയ്യ എന്താണ് ചെയ്യുന്നത്? ഈ വെജിറ്റബിൾസിൻ്റെ മുകളിലൊക്കെ വാട്ടർ സ്പ്രിങ്കിൾ ചെയ്യുന്നു, വെള്ളം തളിക്കുന്നു. കാരണം ഈ വെജിറ്റബിൾ ഉണങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. എസ്പെഷ്യലി ഇൻ സമ്മേഴ്സ്, പ്രത്യേകിച്ച് വേനൽക്കാലത്ത് വെജിറ്റബിൾസൊക്കെ പെട്ടെന്ന് ഉണങ്ങിപ്പോവും, വെയിൽ കൊണ്ട് ഉണങ്ങിപ്പോവും. അതുകൊണ്ട് അതിന് മുകളിൽ വെള്ളം തളിക്കുന്നു. ബാബുജി ആൻഡ് ബയ്യ റിട്ടേൺ ഹോം ആഫ്റ്റർ എ ലോങ് ഡേ ഓൺലി അറൗണ്ട് 10 o'clock at night. അച്ഛനും ചേട്ടനും എപ്പോഴാണ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്? ഒരു നീണ്ട ദിവസത്തിന് ശേഷം ഏകദേശം 10 മണിയാകുമ്പോൾ, രാത്രി 10 മണിയാകുമ്പോഴാണ് വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. ബൈ ദെൻ ചോട്ടു ആൻഡ് ഐ ആർ അസ്ലീപ്. അപ്പോഴേക്കും ഞാനും ചോട്ടുവും ഉറങ്ങിക്കഴിഞ്ഞിരിക്കും. എവ്രി വൺ എൽസ് സ്ലീപ്സ് അറൗണ്ട് 11 or 11:30 at night. എല്ലാവരും ഉറങ്ങുന്നത് 11-11:30 ആ സമയത്താണ്. ആൻഡ് അറ്റ് 3 o'clock നെക്സ്റ്റ് മോർണിംഗ് ഓൺലി 4 hours later. പിന്നെ അടുത്ത ദിവസം 3 മണിക്ക് 3 AM എഴുന്നേൽക്കണം എല്ലാവരും. ഓൺലി 4 hours later. ആകെ 4 മണിക്കൂറാണ് ഉറങ്ങുന്നത്. അവർ ഫാമിലി ഈസ് അപ്പ് അഗെയിൻ. വീണ്ടും എഴുന്നേൽക്കുന്നു. അനദർ ഡേ ഹാസ് ബിഗൺ. മറ്റൊരു ദിവസം തുടങ്ങുന്നു. ഇപ്പോൾ വൈശാലിയുടെ അച്ഛനും ചേട്ടനുമെല്ലാം പച്ചക്കറിയെല്ലാം വിറ്റ് കഴിഞ്ഞിട്ട് ഏകദേശം 10 o'clock നൈറ്റ് 10 o'clock ആകുമ്പോഴേക്കാണ് വീട്ടിലേക്ക് എത്തിച്ചേരുന്നത്. പിന്നെ എല്ലാവരും ഉറങ്ങുന്നത് 11 or 11:30 at നൈറ്റാണ്. പിന്നീട് 3 o'clock നെക്സ്റ്റ് മോർണിംഗിന് അവർക്ക് ഉണരുകയും വേണം. അപ്പോൾ ആകെ അവർ ഓൺലി 4 hours later അവർ ഫാമിലി ഈസ് അപ്പ് അഗെയിൻ. 4 hours ആണ് അവർ ഉറങ്ങാറുള്ളത്. പിന്നീട് നെക്സ്റ്റ് ഡേയിൽ ജോലി തുടങ്ങാനായി. അടുത്തത് ലുക്ക് അറ്റ് ദ ക്ലോക്സ് ഗിവൺ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന ക്ലോക്സ് നോക്കുക. റൈറ്റ് വാട്ട് യു ഡു ആൻഡ് വാട്ട് വൈശാലി ഡസ് അറ്റ് ദ ടൈം വിച്ച് ദ ക്ലോക്സ് ആർ ഷോയിങ്. ഈ ക്ലോക്സിൽ ഷോ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ എന്താണ് ചെയ്യാറുള്ളത്, വൈശാലി എന്താണ് ചെയ്യാറുള്ളത്, അതാണ് നിങ്ങൾ പറയേണ്ടത്. മോർണിംഗ് 3 o'clock. മോർണിംഗ് 3 o'clock വൈശാലി എന്താണ് ചെയ്യാറുള്ളത്? ടേക്സ് ഔട്ട് വെജിറ്റബിൾസ്. അന്നേരം എഴുന്നേറ്റിട്ട് വെജിറ്റബിൾസ് എല്ലാം പുറത്തെടുക്കുന്നു. ഗണ്ണി ബാഗ്സിൽ നിന്ന് വെജിറ്റബിൾസ് പുറത്തെടുക്കുന്നു. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? യു സ്ലീപ്പ്. നിങ്ങൾ ആ സമയത്ത് ഉറങ്ങുകയായിരിക്കും. മോർണിംഗ് 6 o'clock. ആ സമയത്ത് വൈശാലി എന്താണ് ചെയ്യുന്നത്? പുട്ടിങ് വെജിറ്റബിൾസ് ഇൻ ദ ബാഗ്. ബാഗുകളിൽ വെജിറ്റബിൾസ് ഒക്കെ എടുത്ത് റെഡിയാക്കി വെക്കുന്നു. നിങ്ങളോ? പ്രിപ്പയർ ലെസൺസ്. സ്കൂളിലേക്കൊക്കെ പോകാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും. രാത്രി 10 o'clock നൈറ്റ് 10 o'clock. വൈശാലി എന്താണ് ചെയ്യുന്നത്? ഉറങ്ങുന്നു. നിങ്ങൾ ഉറങ്ങുന്നു. ഓൾസോ സ്ലീപ്സ്. ഫ്രം വേർ ഡു യു ഗെറ്റ് വെജിറ്റബിൾസ് ഫോർ യുവർ ഹോം? ഹൂ ബ്രിങ്സ് ദ വെജിറ്റബിൾസ്? അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് എവിടെ നിന്നാണ് വെജിറ്റബിൾസ് വീട്ടിലേക്ക് ലഭിക്കുന്നത്? പിന്നെ ആരാണ് വെജിറ്റബിൾസ് കൊണ്ടുവരാറുള്ളത്? അതാണ് നിങ്ങൾ എഴുതേണ്ടത്. നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുക. എവിടെ നിന്നായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്? അധിക വീടുകളിലും മാർക്കറ്റിൽ നിന്ന് വാങ്ങുകയാണ് ചെയ്യുന്നത്.
We get vegetables from market. Usually my father bring vegetables from market എന്ന് എഴുതാം. മദറാണ് കൊണ്ടുവരുന്നതെങ്കിൽ my mother bring vegetables from market എന്ന് എഴുതാം. അടുത്തത് some fun with vegetables. The next time when you get okra at home, look at them carefully. Are all of them the same size? അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് വീട്ടിൽ ഓക്ര എന്ന് പറഞ്ഞാൽ എന്താണ്? വെണ്ടയ്ക്ക. ഭിൻഡി എന്ന് ഹിന്ദിയിൽ പറയുന്നു. അത് നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ ലുക്ക് അറ്റ് ദം കെയർഫുള്ളി, നന്നായിട്ട് ശ്രദ്ധിച്ച് നോക്കണം. ആർ ഓൾ ഓഫ് ദം ദ സെയിം സൈസ്? എല്ലാത്തിൻ്റെ സൈസും സെയിം ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആണോ? ആയിരിക്കില്ല. നോ, ഓൾ ഓഫ് ദം ആർ നോട്ട് ഓഫ് ദ സെയിം സൈസ്. എല്ലാത്തിൻ്റെ സൈസും ഡിഫറെൻ്റ് ആയിരിക്കും. ഫൈൻഡ് ദ ലോങ്ങസ്റ്റ് ആൻഡ് ദ ഷോർട്ടസ്റ്റ് വൺ, മെഷർ ദം. അതിൽ ഏറ്റവും നീളം കൂടിയതും നീളം കുറഞ്ഞതും നിങ്ങൾ കണ്ടുപിടിക്കണം, എന്നിട്ട് അളന്ന് നോക്കണം. ലോങ്ങസ്റ്റിന് ഏകദേശം എത്ര നീളമുണ്ടാകും? 6 inches. ഷോർട്ടസ്റ്റിന് 2 inches. ഡു ഓൾ ദ ഓക്ര ഹാവ് ദ സെയിം തിക്നെസ് ആൻഡ് കളർ? എല്ലാ വെണ്ടയ്ക്കും സെയിം തിക്നെസ് ആണോ കളറുമാണോ ഉള്ളത്? കളർ സെയിം ആയിരിക്കും അല്ലേ, പക്ഷേ തിക്നെസ് ഡിഫറെൻ്റ് ആയിരിക്കും. നോ, ദേ ആർ ഓഫ് ഡിഫറെൻറ്റ് തിക്നെസ് ബട്ട് ഓൾ ഓഫ് ദം ആർ ഓഫ് ദ സെയിം കളർ എന്ന് എഴുതാം. കട്ട് 2 okra lengthwise. Do both of them have the same number of seeds? Draw them in your notebook. നിങ്ങൾ കട്ട് ചെയ്തിട്ട് അത് നോട്ട്ബുക്കിൽ ഡ്രോ ചെയ്യണം. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? വെണ്ടയ്ക്ക ലെങ്ത് വൈസിൽ കട്ട് ചെയ്യുക. എന്നിട്ട് അതിലെ സീഡ്സ് ഒക്കെ സെയിം ആണോ എന്ന് നോക്കണം. എന്നിട്ട് അതിൻ്റെ പിക്ചർ ഡ്രോ ചെയ്യണം, നോട്ട്ബുക്കിൽ ഡ്രോ ചെയ്യണം. അടുത്തത് Seema's mother has brought some fruits and vegetables from the market. Can you find them in this picture? Color them and write their names alongside. സീമയുടെ മദർ മാർക്കറ്റിൽ നിന്ന് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ വാങ്ങിച്ചു. നിങ്ങൾക്ക് ഈ പിക്ചറിൽ നിന്ന് അവ കണ്ടുപിടിക്കാൻ കഴിയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്നിട്ട് അതിന് കളർ ചെയ്യണം, അതിൻ്റെ നെയിംസും എഴുതണം. ഏതൊക്കെ വെജിറ്റബിൾസ് ആണുള്ളത്? ബ്രിഞ്ചൽ, പൊട്ടാറ്റോ, പംകിൻ, ടൊമാറ്റോ, ലേഡീസ് ഫിംഗർ, ഗോഡ്, സ്പിനച്ച്, ക്യാരറ്റ്. നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഇവയ്ക്കൊക്കെ കളർ കൊടുക്കണം. അത് ഫൈൻഡ് ഔട്ട്. ഗിവൻ ഹിയർ ഈസ് എ ലിസ്റ്റ് ഓഫ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്. വിച്ച് ഓഫ് ദീസ് വിൽ സ്പോയിൽ ഏർലിയർ ആൻഡ് വിച്ച് വിൽ സ്റ്റേ ഫോർ സം ഡേയ്സ്? റൈറ്റ് ദ നെയിംസ് ഇൻ ദ കറക്റ്റ് കോളം. യു ക്യാൻ ആഡ് മോർ നെയിംസ് ഇൻ ദ ലിസ്റ്റ്. ഇവിടെ കുറച്ച് വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും നെയിംസ് കൊടുത്തിട്ടുണ്ട്. ഇവയിൽ ഏതൊക്കെയാണ് പെട്ടെന്ന് കേടുവരുന്നത്, ഏതൊക്കെയാണ് കുറച്ച് ദിവസം വെച്ചേക്കാൻ പറ്റുന്നത്, അവ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഈ കോളത്തിൽ എഴുതണം. അവയുടെ നെയിംസ് എഴുതണം. ഏതൊക്കെയാണുള്ളത്? സ്പിനച്ച്, ചിക്കു, കുക്കുംബർ, പൊട്ടാറ്റോ, പൈനാപ്പിൾ, ഗ്രേപ്സ്, ബനാന, ഗോഡ്, ജിഞ്ചർ, ടൊമാറ്റോ, ഒനിയൻ, പിയർ, കാബേജ്. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ദാറ്റ് സ്പോയിൽ ക്വിക്ക്ലി. പെട്ടെന്ന് കേടുവരുന്നത് ഏതൊക്കെയാണ്? സ്പിനച്ച്, ബനാന, ടൊമാറ്റോ, പിയർ, കാബേജ്, ചിക്കു. കുറച്ച് ദിവസം വെച്ചേക്കാൻ പറ്റുന്നത് ഏതൊക്കെയാണ്? കുക്കുംബർ, പൊട്ടാറ്റോ, പൈനാപ്പിൾ, ഗോഡ്, ജിഞ്ചർ, ഒണിയൻ. ഇനിയും നിങ്ങൾക്ക് വേറെയും നെയിംസ് ആഡ് ചെയ്യാവുന്നതാണ്. Some of these fruits and vegetables are smooth to touch while some are rough. ഈ വെജിറ്റബിൾസിലും ഫ്രൂട്ട്സിലും ചിലവയൊക്കെ തൊടുമ്പോൾ നല്ല സ്മൂത്ത് ആയിരിക്കും, ചിലവ റഫുമായിരിക്കും. ഫ്രം ദ ലീസ്റ്റ് അബോവ് പുട്ട് ദ നെയിംസ് ഇൻ ദ കറക്റ്റ് കോളം. സ്മൂത്ത് ആയിട്ടുള്ളത് ഇവിടെ എഴുതണം, റഫ് ആയിട്ടുള്ളത് ഇവിടെ എഴുതണം. നമുക്ക് തൊട്ട് നോക്കുമ്പോൾ സ്മൂത്ത് ആയിട്ട് തോന്നുന്നത് നെയിംസ് ഇവിടെ എഴുതണം, റഫായിട്ട് തോന്നുന്ന വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും നെയിംസ് ഇവിടെ എഴുതണം. നമുക്ക് തൊട്ട് നോക്കുമ്പോൾ സ്മൂത്തായിട്ട് തോന്നുന്നത് ഏതൊക്കെയാണ്? ടൊമാറ്റോ, ബ്രിഞ്ചൽ, പൊട്ടാറ്റോ, ആപ്പിൾ, ഗോഡ്. പിന്നെ റഫായിട്ട് തോന്നുന്നത് ഏതൊക്കെയാണ്? ഒണിയൻ, ക്യാബേജ്, പൈനാപ്പിൾ, ബിറ്റർ ഗോഡ്. ഇവയൊക്കെ റഫായിട്ട് തോന്നുന്നതാണ്. വിച്ച് വെജിറ്റബിൾ ഡു യു ഫൈൻഡ് ദ ഹെവിയസ്റ്റ് ടു ക്യാരി? ക്യാരി ചെയ്യാൻ ഹെവി ആയിട്ടുള്ള വെജിറ്റബിൾ ഏതാണ്? നിങ്ങൾക്ക് ഏതാണ് തോന്നുന്നത്? റൈറ്റ് ഇറ്റ്സ് നെയിം ആൻഡ് ഡ്രോ ഇറ്റ്സ് പിക്ചർ ഇൻ യുവർ നോട്ട്ബുക്ക്. ഏതാണ്? പംകിൻ. പംകിൻ ഹെവിയസ്റ്റ് ആയിട്ടുള്ള ഒരു വെജിറ്റബിളാണ്. അതിൻ്റെ പിക്ചർ നിങ്ങൾ നോട്ട്ബുക്കിൽ ഡ്രോ ചെയ്യുക. വിച്ച് ഈസ് ദ ലൈറ്റസ്റ്റ് ഫ്രൂട്ട് ഓർ വെജിറ്റബിൾ ദാറ്റ് യു ഹാവ് ഈറ്റൺ? റൈറ്റ് ഇറ്റ്സ് നെയിം ആൻഡ് ഡ്രോ ദ പിക്ചർ ഇൻ യുവർ നോട്ട്ബുക്ക്. കനം കുറഞ്ഞ ലൈറ്റസ്റ്റ് ആയിട്ടുള്ള വെജിറ്റബിൾ ഏതാണ്, അല്ലെങ്കിൽ ഫ്രൂട്ട് ഏതാണ്? ഗ്രേപ്സ്. ഇതിൻ്റെ പിക്ചർ നിങ്ങൾ നോട്ട്ബുക്കിൽ വരയ്ക്കുക.
അടുത്തത് റൈറ്റ് നെയിംസ് ഓഫ് 3 വെജിറ്റബിൾസ് വിച്ച് ഡു നോട്ട് ഹാവ് സീഡ്സ്. സീഡ്സ് ഇല്ലാത്ത വെജിറ്റബിൾസിൻ്റെ നെയിംസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ്? ക്യാബേജിന് സീഡില്ല. പൊട്ടാറ്റോ, കോളിഫ്ലവർ ഇവയ്ക്കൊന്നും സീഡില്ല. അടുത്തത് ഫിൽ ഇൻ ദ ടേബിൾ ഗിവൻ ബിലോ. യു ക്യാൻ ആഡ് 3 മോർ നെയിംസ് ആൻഡ് ഫിൽ ഇൻ ദ ടേബിൾ. നമ്മൾ ഈ ടേബിൾ ഫില്ല് ചെയ്യണം. ഇവിടെ കുറച്ച് വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും നെയിംസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കളർ, ലെങ്ത്ത്, വെയ്റ്റ്, പ്രൈസ് എത്രയാണ് അതൊക്കെയാണ് നമ്മൾ എഴുതേണ്ടത്. ആപ്പിൾ റെഡ് കളറിലും ഉണ്ടാവും, ഗ്രീൻ കളറിലും ഉണ്ടാവും. ലെങ്ത്ത് ഏകദേശം 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. വെയ്റ്റ് ½ കിലോ ₹80. ചില സ്ഥലങ്ങളിലൊക്കെ ₹100 ആയിരിക്കും, ചില സ്ഥലങ്ങളിലൊക്കെ ₹90 ആയിരിക്കും. പല സ്ഥലങ്ങളിലും റേറ്റ് വ്യത്യാസമായിരിക്കും, പ്രൈസ് വ്യത്യാസമായിരിക്കും. ബനാന കളർ യെല്ലോ, ലെങ്ത്ത് ഏകദേശം 12 സെൻറ്റിമീറ്റർ. 1 ഡസന് ഏകദേശം പ്രൈസ് എത്രയാണ്? ₹60. ഇതും വ്യത്യാസം വരും, പ്രൈസിലെല്ലാം ചേഞ്ച് വരും, ഓരോരോ സ്ഥലങ്ങളിലും വ്യത്യാസമായിരിക്കും. പൊട്ടാറ്റോ കളർ ഗ്രേ, ലെങ്ത്ത് 4 സെൻറ്റിമീറ്റർ, ½ കിലോ ₹10 ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ക്യാബേജ് അതേപോലെ ഗ്രീൻ കളർ 18 സെൻറ്റിമീറ്റർ, വെയ്റ്റ് 1 കിലോഗ്രാം, പ്രൈസ് ഏകദേശം ₹25. പ്രൈസിലൊക്കെ ചേഞ്ച് വരും. നിങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇതിൻ്റെ എല്ലാം പ്രൈസ് എത്രയാണ് അത് നിങ്ങൾ എഴുതുക. ടൊമാറ്റോ കളർ റെഡ്, ലെങ്ത്ത് ഏകദേശം 7 സെൻറ്റിമീറ്റർ, വെയ്റ്റ് ½ kgക്ക് ₹20. ലേഡീസ് ഫിംഗർ കളർ ഗ്രീൻ, ലെങ്ത്ത് 4 സെൻറ്റിമീറ്റർ, വെയ്റ്റ് 1 കിലോഗ്രാമിന് പ്രൈസ് ₹30. Talk with the vegetable seller in your area. Ask the following questions and make a brief report in the notebook. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു പച്ചക്കറി വിൽപ്പനക്കാരൻ്റെ അടുത്ത് പോയിട്ട് അവരോട് സംസാരിക്കണം. അവരോട് ഓരോരോ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ട് നിങ്ങളൊരു റിപ്പോർട്ട് തയ്യാറാക്കണം. അവരോട് നിങ്ങൾ എന്താണ് ചോദിക്കേണ്ടത്? വാട്ട് ഈസ് ഹിസ് ഓർ ഹെർ നെയിം. അവരുടെ പേരെന്താണെന്ന് ചോദിക്കണം. പച്ചക്കറി വിൽക്കുന്ന ആളുടെ പേര് ചോദിക്കണം. പിന്നെ ഹൗ മെനി പീപ്പിൾ ആർ ദർ ഇൻ ഹിസ് ഓർ ഹെർ ഹൗസ്. അവരുടെ വീട്ടിൽ എത്ര ആളുകളുണ്ട്. ഹൗ മെനി ചിൽഡ്രൻ ആർ ദർ അറ്റ് ഹോം. വീട്ടിൽ എത്ര കുട്ടികളുണ്ട് എന്ന് ചോദിക്കണം. വാട്ട് ആർ ദ നെയിംസ് ഓഫ് ദ ചിൽഡ്രൻ, ഹൗ ഓൾഡ് ആർ ദേ. ആ കുട്ടികളുടെ പേരെന്താണ്, അവർക്കൊക്കെ എത്ര വയസ്സായി എന്ന് ചോദിക്കണം. ഹു ഓൾ ഹെൽപ്പ് ഇൻ ദ വർക്ക് ഓഫ് സെല്ലിംഗ് വെജിറ്റബിൾസ് സെല്ല് ചെയ്യാൻ, വിൽക്കാൻ അവരെ ആരൊക്കെയാണ് ഹെൽപ്പ് ചെയ്യാറുള്ളത് അത് നിങ്ങൾ ചോദിക്കണം. ഹു ഓൾ സ്റ്റേ വിത്ത് ദ വെജിറ്റബിൾ കാർട്ട് ഓർ സിറ്റ് ഇൻ ദ ഷോപ്പ്. പിന്നെ നിങ്ങൾ എന്താണ് അവരോട് ചോദിക്കേണ്ടത്? ഈ വെജിറ്റബിൾ കാർട്ടിൻ്റെ അടുത്ത് ആരൊക്കെയാണ് അവരുടെ കൂടെ നിൽക്കാറുള്ളത്, അല്ലെങ്കിൽ ഷോപ്പിൽ ആരൊക്കെയാണ് കൂടെ ഇരിക്കാറുള്ളത്. വാട്ട് വെജിറ്റബിൾസ് ഡു ദേ സെൽ. ഏതൊക്കെ വെജിറ്റബിൾസാണ് അവർ വിൽക്കാറുള്ളത്. വാട്ട് ടൈം ഡു ദേ സ്റ്റാർട്ട് വർക്ക്. ഏത് സമയത്താണ് അവർ ജോലി ആരംഭിക്കുന്നത്. ഫോർ ഹൗ മെനി ഹവേഴ്സ് ഇൻ എ ഡേ ഡു ദേ വർക്ക്. എത്ര മണിക്കൂർ വരെ ഒരു ദിവസം അവർ ജോലി ചെയ്യാറുണ്ട്. ഇതൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾ ലിസ്റ്റ് തയ്യാറാക്കണം. ആസ്ക് ദം അബൌട്ട് എനി 3 വെജിറ്റബിൾസ് ദാറ്റ് ദേ സെൽ. അവർ വിൽക്കാറുള്ള ഏതെങ്കിലും 3 വെജിറ്റബിൾസിനെ കുറിച്ച് നിങ്ങൾ ചോദിച്ചിട്ട് ഈ കോളം തയ്യാറാക്കണം. നെയിം ഓഫ് ദ വെജിറ്റബിൾ. 3 വെജിറ്റബിൾസിൻ്റെ നെയിംസ് അവരോട് ചോദിച്ചിട്ട് ഇവിടെ എഴുതുക. ദ പ്രൈസ് ഓഫ് ദ വെജിറ്റബിൾ. ആ വെജിറ്റബിൾസിൻ്റെ വില എത്രയാണ്, പ്രൈസ് എത്രയാണെന്ന് എഴുതുക. വേർ ഡസ് ഇറ്റ് കം ഫ്രം. എവിടെ നിന്നാണ് അവ വരുന്നത്, എവിടെ നിന്നാണ് അത് കൊണ്ടുവരുന്നത്, അത് ചോദിച്ച് മനസ്സിലാക്കി എഴുതുക. ഹൗ മച്ച് ഓഫ് ദ വെജിറ്റബിൾ ഡു ദേ ബൈ അറ്റ് വൺ ടൈം. എത്ര വെജിറ്റബിൾസ് അവർ ഒരു പ്രാവശ്യം വാങ്ങിക്കാറുണ്ട്, അവ എഴുതുക. ഇൻ വിച്ച് മന്ത്സ് ഡസ് ദിസ് വെജിറ്റബിൾ യൂഷ്വലി കം. ഏത് മന്തിലാണ്, ഏത് മാസത്തിലാണ് ഈ വെജിറ്റബിൾ ഉണ്ടാകാറുള്ളത്, അതും നിങ്ങൾ എഴുതുക. അപ്പോൾ കിഡ്സ്, ഈ ചാപ്റ്റർ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് മറ്റൊരു ചാപ്റ്റർ മനസ്സിലാക്കാം.